അമ്മ എന്താ കരയുന്നത്? എന്റെ മോളെയാണ് പ്രസവ മുറിയിലേക്ക് കൊണ്ടുപോയത്. ആദ്യത്തെ പ്രസവമാണോ? അല്ല, 5ാമത്തെ പ്രസവമാണ്. 4 ചാപിള്ളകളായിട്ടാണ് പിറന്നത്. ഈ പ്രസവത്തിലെ കുഞ്ഞെങ്കിലും ജീവിച്ചില്ലെങ്കിൽ എന്റെ മോള് പിന്നെ ജീവിച്ചിരിക്കില്ല. 4ാമത്തെ പ്രസവത്തിലെ കുഞ്ഞ് മരിച്ചതാണെന്ന് അറിഞ്ഞപ്പോ ഗ്രേസിക്ക് ഭ്രാന്ത് പോലൊക്കെ വന്നതാ. അതാണ് എന്റെ വിഷമം. രുക്മ, രുക്മ, നിന്റെ കുഞ്ഞ് പെൺകുഞ്ഞാണ്. നല്ല ആരോഗ്യമുള്ള കുഞ്ഞ്. കുളിപ്പിച്ചിപ്പ് കൊണ്ടുവരും. പ്രത്യേകിച്ച് അസുഖമൊന്നും തോന്നുന്നില്ലല്ലോ? ഇല്ല. ഡോക്ടർ, ഗ്രേസി പ്രസവിച്ച കുട്ടി മരിച്ചു. ഈ കുട്ടിയെങ്കിലും ജീവിച്ചേക്കുമെന്ന് ഞാൻ ആശിച്ചു. അവരുടെ 5ാമത്തെ പ്രസവമാണ്. ചാക്കോ മുതലാളിക്ക് കണക്കില്ലാത്ത സ്വത്തുണ്ട്. പക്ഷേ ഒരു അവകാശിയെ ദൈവവും അവർക്ക് കൊടുക്കുന്നില്ല. കുഞ്ഞ് മരിച്ച വിവരം ആ സ്ത്രീ ഉടനെ അറിയിക്കണ്ട. അവർക്കത് വല്ലാത്ത ഷോക്കാകും. ഡോക്ടർ, എന്താണ്? ഡോക്ടർ, എന്റെ ഭർത്താവ് മരിച്ചുപോയി. എനിക്ക് ബന്ധുക്കൾ ആരുമില്ല. ഞാനൊരു അനാഥയാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ഇവിടെ കിട്ടും. അതല്ല ഡോക്ടർ, പിന്നെ എന്റെ കുഞ്ഞിനെ നല്ല നിലയിൽ വളർത്താൻ എനിക്ക് കഴിവില്ല. എന്റെ കുഞ്ഞിനെ മരിച്ചുപോയ കുഞ്ഞിന്റെ അമ്മയ്ക്ക് കൊടുത്തേക്കും. മരിച്ചുപോയ കുഞ്ഞ് എന്റേതാണെന്ന് പറഞ്ഞാൽ മതി. എന്റെ കുഞ്ഞും അവരും രക്ഷപ്പെടും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എല്ലാം ആലോചിച്ചിട്ടാണ് പറയുന്നത്. എന്റെ കുഞ്ഞ് നല്ല നിലയിൽ വളരട്ടെ. ആ സ്ത്രീയുടെ ജീവനും രക്ഷപ്പെടട്ടെ. ഇത് ഭാവിയിൽ പല വിഷമങ്ങൾക്കും കാരണമാകും. മരണം വരെ ഈ രഹസ്യം മറ്റാരോടും ഞാൻ പറയില്ലെന്ന് സത്യം ചെയ്യുന്നു. രുക്മ, നിന്റെ കുഞ്ഞ് ഡോക്ടർ, എന്റെ ആഗ്രഹം സാധിച്ചു തരൂ. കൊണ്ടുവരൂ. സിസ്റ്റർ, എന്റെ കുഞ്ഞിനെ ഞാനൊന്ന് കണ്ടോട്ടെ. കൊണ്ടുപോയിക്കോട്ടെ. മത്തായി, പെട്ടിയും കിടക്കയും കാറിന്റെ ഡിക്കിയിൽ വെച്ചോളൂ. കുളിമുറിയില് ബക്കറ്റും സോപ്പ് പെട്ടിയുണ്ട്, എടുത്തോളൂ. ഒന്നും മറന്നിട്ടില്ലല്ലോ? കുഞ്ഞിന്റെ മുലക്കുപ്പി അത് ഞാൻ എടുത്തു വെച്ചു.
അയ്യോ പതുക്കെ മോളെ. ആ ഗ്രേസിയുടെ പ്രസവ ദിവസം വന്നതല്ലേ നിങ്ങൾ? അതെ, ഞാൻ പോകാൻ തുടങ്ങാണ്. നിന്റെ കുഞ്ഞെവിടെ? മരിച്ചുപോയി. അയ്യോ കഷ്ടം. എല്ലാം ദൈവനിശ്ചയം. നമുക്ക് ഇപ്പോഴല്ലേ ദൈവം ഒരു കുഞ്ഞിനെ തന്നത്. എന്നിട്ട് നമ്മുടെ വിഷമം മാറിയോ? തള്ളയ്ക്ക് പാലില്ല, അതാ. അത് സാരമില്ല അമ്മച്ചി. ഈ കുഞ്ഞിനെങ്കിലും ജീവനോട് നമുക്ക് കിട്ടിയല്ലോ, അത് മതി. ഈ കുഞ്ഞിനെ ഒന്നെടുത്തോട്ടെ? എടുത്തോളൂ. ഇവിടെ ഇരുന്നോളൂ. കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് പോലെ മറ്റൊന്നും ഗുണം ചെയ്യില്ല. ആ പാലുണ്ടാവുമായിരിക്കും. നിങ്ങളുടെ മുല ചുരുത്തിയല്ലോ. പാവം, അതിന്റെ കുഞ്ഞ് മരിച്ചുപോയി. കൊച്ചേ, നീ ഈ കുഞ്ഞിന് അല്പം പാല് കൊടുത്തു നോക്ക്. നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസം പ്രസവിച്ചതല്ലേ? കണ്ടോ, മുല കൊടുത്തപ്പോ അത് ആർത്തിയോടെ കുടിക്കുന്നത്. മുലപ്പാലിന് പകരം വേറെ ഒന്നുമില്ല. നിന്റെ പേരെന്താ കൊച്ചേ? രുക്മ. രുക്മയോ? ഏത് ജാതി? ബ്രാഹ്മണ സ്ത്രീയാണ്. ഏത് ജാതി ആയാലെന്താ, എല്ലാ മുലപ്പാലും ഒരുപോലെയാ. കുഞ്ഞിന് പാല് കൊടുക്കാനും അതിന്റെ കാര്യങ്ങൾ നോക്കാനും ഒരായെ കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ വരാം. വരാമോ? വരാം. എനിക്ക് ബന്ധുക്കൾ ആരുമില്ല. എന്റെ ഭർത്താവ് മരിച്ചുപോയി. എന്ത് ശമ്പളം വേണം? ഇഷ്ടമുള്ളത് തന്നാ മതി. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കൂടെ വരാമോ? വരാം. എന്റെ കുഞ്ഞിന്റെ ഭാഗ്യം.